സംസ്ഥാന ബജറ്റ് നാളെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നതാകും ബജറ്റെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. വികസന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക നീക്കിയിരിപ്പുണ്ടാകും. വിഴിഞ്ഞം തുറമുഖം, മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം എന്നിവയ്ക്ക് പ്രത്യേക പരിഗണന ബജറ്റിലുണ്ടാകും. കേന്ദ്ര നിലപാടെന്ന വെല്ലുവിളിയെ അതിജീവിക്കുന്നതാകും സംസ്ഥാന ബജറ്റെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചത് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുന്ന ഘട്ടത്തിലെത്തുന്ന ബഡ്ജറ്റ് എന്നതാണ് ഇത്തവണത്തെ സംസ്ഥാന ബഡ്ജറ്റിന്റെ പ്രത്യേകത. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വെല്ലുവിളി സംസ്ഥാനത്തെ ബാധിക്കാത്ത തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള പല തുകകളും തരാനുള്ളത് തന്നെ ചില കണ്ടീഷൻസ് വെച്ച് തടസ്സപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ തരാനുള്ള ശതമാനമല്ലാതെ വെട്ടിക്കുറയ്ക്കുന്നുണ്ട്. അത് നമുക്കൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ആ വെല്ലുവിളി നമ്മുടെ ഒരു കാര്യത്തെയും ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാം കിട്ടുകയായിരുന്നെങ്കിൽ ഇതിനേക്കാളും എത്രയോ അധികം നമുക്ക് നൽകാൻ പറ്റുമായിരുന്നു. ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും സംസ്ഥാന സർക്കാർ നടത്തില്ല. ക്ഷേമ പെൻഷന് പ്രത്യേക പരിഗണന സംസ്ഥാന ബഡ്ജറ്റ് നൽകും. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് പ്രത്യേക നീക്കിയിരിപ്പുണ്ടാകും. വരുമാന വർധനവിൽ നിലവിലെ സർക്കാർ നടപടികൾ തുടരും. ജനങ്ങൾക്കുമേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. പരിഗണന ഉണ്ടാവും, കൂടുതൽ മൂലധന നിക്ഷേപം ഉണ്ടാവും, കൂടുതൽ ഒരു തുറമുഖം വന്നാൽ ആ തുറമുഖത്ത് വന്ന് കപ്പൽ വന്നിട്ട് പോകാമെന്നുള്ളതല്ല. തുറമുഖത്ത് വരുന്ന കപ്പലുകളിൽ കയറിപ്പാനുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ധാരാളം വ്യവസായങ്ങൾ വരും, അതിനുള്ള പശ്ചാത്തലം വരും. ധാരാളം സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും. അതിനുള്ള എല്ലാ പ്രത്യേക ശ്രദ്ധയുണ്ടാവും. കൂടുതൽ മൂലധന നിക്ഷേപത്തിന് ബജറ്റ് വഴിയൊരുക്കും. നെല്ല്, റബ്ബർ എന്നിവയ്ക്ക് ബഡ്ജറ്റ് പ്രത്യേക പരിഗണന നൽകും. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നിയമനിർമ്മാണത്തിന് വേണ്ടി സജീവ ഇടപെടൽ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. അത് വന്യജീവി വലിയ തോതിൽ അങ്ങ് വർദ്ധിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ സംസ്ഥാന ബഡ്ജറ്റ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് നീക്കിയിരിപ്പിൽ ഇരട്ടിയിലധികം വർധന വന്നിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഇത് പരിഹരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിയമത്തിൽ തന്നെ ചില പരിഷ്കാരം വേണം. നാളെ രാവിലെ 9 മണിക്കാണ് സംസ്ഥാന ബഡ്ജറ്റ് കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.